ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഒരു വർഷത്തിൻ്റെ ലാസ്റ്റത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഈ വർഷത്തെ അവസാനത്തെ അമ്പലത്തെ പോക്കെന്ന് പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം ഒത്തിരി പ്രാർത്ഥനകളുണ്ടായിരുന്നു. അതിലൊരു വലിയ പ്രാർത്ഥനയായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം, അതായത് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അടുത്ത വർഷമായിരിക്കും കാണാൻ ചാൻസ്. എന്തായാലും ആ ഒരു വലിയ പ്രാർത്ഥന നടന്ന് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഒത്തിരി പ്രാർത്ഥനകൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ആഗ്രഹങ്ങളും അങ്ങനെയൊന്നും ഒരിക്കലും തീരില്ലല്ലോ. ഒരെണ്ണം കഴിയുമ്പോൾ മറ്റൊരെണ്ണം ഉണ്ടാവും. അങ്ങനെ മാറി മാറി വരും, മനുഷ്യനാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ മക്കളെയും കൂട്ടിയിട്ടൊന്ന് ചോറ്റാനിക്കര പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ വെക്കേഷനൊക്കെ കഴിയാറായില്ലേ. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട്. കാരണം അവർക്ക് സ്കൂളൊക്കെ വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സാധാരണ പോവാറ്. അപ്പോൾ ഇന്ന് വിചാരിച്ച് മക്കളെയൊക്കെ കൂട്ടിയിട്ടൊന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ചോറ്റാനിക്കര നല്ല തിരക്കായിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈം കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പം നമുക്ക് അകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല, കാരണം വലിയ ക്യൂ ആയിരുന്നു. പിന്നെ അവിടെ എന്തോ ശുദ്ധികലശമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് വേഗം താഴത്തെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ടിങ്ങ് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അമ്പലത്തിൽ മക്കളെയും കൂട്ടി പോയി കഴിഞ്ഞാൽ എന്തായാലും പുറത്തുനിന്ന് ഈ ഒരു ഫുഡ് മസ്റ്റാണ് കേട്ടോ അവർക്ക്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. നമ്മൾ ചില ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരക്കേ ഉണ്ടാവില്ല. പക്ഷേ ഇന്നാണ് നല്ല തിരക്ക്. കുറേ നാളുകൂടിയിട്ട് ഇന്ന് നല്ല തിരക്കായിട്ടാണ് കണ്ടത്. അപ്പം വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പം നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പ് എന്ന് പറയാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ വിളവെടുപ്പായിരുന്നു. നമ്മുടെ കോവലിൽ ഇത്തിരി കോവലുണ്ടായിട്ടുണ്ട്, വളരെ അധികമൊന്നുമില്ല, കുറച്ച്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്നത് തോരൻ വെക്കാനായിട്ട് എടുക്കാമെന്ന്. ആദ്യത്തെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ. ഒരു സന്തോഷം എന്ന് പറയാം. നമുക്ക് 2 ഉണ്ടായാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. അതിലിപ്പോൾ നമുക്കൊരു തോരനുള്ള കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ ഒത്തിരി പൂക്കളിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തണ്ടൊക്കെ തടിച്ചിട്ട് ഏതാണ്ട് അസുഖമൊക്കെ അതിന് വരുന്നുമുണ്ട്. എന്നാലും കുഴപ്പമില്ല. അവിടെ ഒരു കോവലുവള്ളി ഇതുപോലെ കയറ്റി വിടണം എന്നൊരു കുഞ്ഞാഗ്രഹമായിരുന്നു. അതെന്തായാലും നടത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ തീരില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറിച്ചു തരാം അമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി ഒരാൾ ലേഡറിൽ കയറിയിട്ടുണ്ട്. പച്ച ഇലയും പച്ച തണ്ടും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയാണ് കിടക്കുന്നത് നമുക്ക് കണ്ട് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്ന് പറയാം. നമുക്ക് ഇത്തിരി ആണെങ്കിലും ഒത്തിരി കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അതല്ല, നമ്മൾ തണ്ട് നനച്ചതിൻ്റെ മുകളിൽ ഒരെണ്ണം ഉണ്ടായാൽ തന്നെ അത്ര സന്തോഷമല്ലേ. അപ്പോൾ അവൾ കാണിച്ചു തരുവാണ് നമ്മുടെ കോവൽ എന്ന് പറഞ്ഞിട്ട്. ഒന്നുകൂടി കാണിക്കാനാ, സൂമായിട്ടില്ല. ഇനിയുണ്ടാ ഇതടി നിന്റെ തലേൻ്റെ ഒരു മിനിറ്റ്. ഒരു 10-12 എണ്ണം അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അധികം മൂക്കുന്നതിന് മുന്നേ പറിക്കുന്നതല്ലേ നല്ലത്. ഇച്ചിരി കുരു നല്ലത് മൂപ്പ് വന്നു കഴിഞ്ഞാലും പിന്നെ പഴുത്താലൊന്നും ഈ കോവൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും ഫേവററ്റായ സാധനമാണ് കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും കഴിക്കുന്നതിനും അറിയാം. അപ്പം അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് മുകളിൽ കുറച്ച് വള്ളികൾ ഇതുപോലെ പുറത്തോട്ട് തൂങ്ങിക്കിടപ്പുണ്ട്. അതിനിങ്ങനെ പടരാൻ സ്ഥലമില്ലാണ്ട് നമ്മുടെ ആ ഒരു ഫ്രെയിം ചെറുതാണ്. ശരിക്കും പറഞ്ഞാൽ കോവലിന് വലിയൊരു നെറ്റ് കെട്ടി കൊടുക്കണമെന്നാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെ പടരുന്നുണ്ട് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും നിറച്ച് പടർന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഹൈബ്രിഡായൊരു നല്ലൊരു തൈ വാങ്ങിക്കണമെന്നുണ്ട് കോവലിൻ്റെ തന്നെ. എന്തായാലും ഇവിടെ എല്ലാവരും കഴിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ഇതിനായിട്ട് നമ്മൾ മെനക്കെടുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നല്ലത് വാങ്ങിച്ച് നടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇതിപ്പോൾ പിടിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് അടുത്ത നഴ്സറി പോയി വാങ്ങിക്കാം കേട്ടോ. പുഴു വന്നിട്ട് ഇങ്ങനെ മുട്ട ഇട്ട് വെക്കും, കാണുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു.
നല്ല വെയിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാൻ വരെ പറ്റുന്നില്ല. നമ്മൾ അതിൻ്റെ വള്ളികളൊക്കെ തിരിച്ച് അതിൽ തന്നെ കയറ്റി വിടുകയാണ് കേട്ടോ. വഴിതിരിച്ച് വെച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാം പുറത്തോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതുപോലെ തണ്ടുകളൊക്കെ തടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴു ഇങ്ങനെ മുട്ടയിട്ട് വെക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത്ര ഇല്ലു സാധനം. പക്ഷേ ഹാപ്പിനെസ് എന്ന് പറയാം. ഇത്ര ഇല്ലെങ്കിലും കുറച്ചാണെങ്കിലും നമുക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ തന്നെ ഇത് കണ്ട ഇത്ര ഉള്ളെങ്കിലും രണ്ട് തരത്തിലുള്ള പാവയ്ക്ക. സന്തോഷം. കുഞ്ഞിതിട്ടുണ്ട്, കുഞ്ഞിതിൻ്റെ ഉള്ളിലൊരെണ്ണമുണ്ട്, ഒരെണ്ണമുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കണ്ട, അവിടെ ഉണ്ട്. ഇതിലുണ്ട് കുഞ്ഞു കുട്ടി പാവയ്ക്കുണ്ട്. ഇതാണ് എൻ്റെ പാവൽവള്ളി. ഈ രണ്ട് തണ്ടയില്ലെങ്കിലും ഹാപ്പിനെസ് എന്താ പറയുക. അപ്പോൾ ഇതേ പാവലും കൂടെ വിളവെടുക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനില്ലേ നമ്മൾ പാവക്ക കൊണ്ടോട്ട് ഉണ്ടാക്കിയില്ലേ മുന്നേ ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടിയ 2-3 കുരു ഇതുപോലെ ഞാൻ കൊണ്ടുപോയി ചുമ്മാ കുത്തിയതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായില്ല ഇത്ര ഉണ്ടാവുമെന്ന്. പക്ഷേ അതിൻ്റെ അകത്തും ഉണ്ടായി കേട്ടോ. ഒരു 3-4 എണ്ണമൊക്കെ നമുക്ക് പറിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊരു സന്തോഷം എന്ന് പറയാം. നമ്മൾ വിചാരിക്കാതെ ഉണ്ടായേക്കുന്നതാണത്. അപ്പോൾ നമുക്കിന്ന് കോക്കോ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. പാവകൻ നമ്മൾ അതിന് മുന്നിലത്തെ ദിവസം ഒരെണ്ണം പറിച്ച് ഇതുപോലെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കോവയ്ക്ക ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കോവക്ക പിന്നെ ഇച്ചിരി കുറവാണല്ലോ, അതുകൊണ്ട് ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കോവക്കയും ക്യാരറ്റും കൂടി ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഓർഗാനിക് ആകുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കൂടില്ലേ. അപ്പോൾ വിചാരിച്ച് കോവക്കയും ക്യാരറ്റും കൂടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നിങ്ങളെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? കോവക്കയും ക്യാരറ്റും കൂടാം. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അധികം മുരിയാതെ ഒരു ക്രിസ്പിനെസ്സോടുകൂടി എടുത്താൽ നല്ല ടേസ്റ്റാണ്. ഡ്രൈ ആകാതെ ഒരു മെഴുക്കുവരട്ടി രൂപത്തിലെടുത്താൽ നല്ല ടേസ്റ്റാണ്. കടുകും വറ്റൽമുളകും താളിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ കോവയ്ക്കയും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞളോടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അവസാനം ഇച്ചിരി ഒന്ന് നമ്മുടെ ഈ മുളകില്ലേ, ഏത് മുളകായിരുന്നു, വറ്റൽമുളക് ചതച്ചത്, അതും കൂടെ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോവക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്നും ചെയ്യാത്ത കൂട്ടുകാരൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കോവക്ക മെഴുക്കുവരട്ടിയും കൂടെ തന്നെ മീൻ തലക്കറിയാണ് കേട്ടോ. മീൻ തലക്കറിയുടെ റെസിപ്പി നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോ ആണോ അതിൻ്റെ മുന്നിലത്തെ വീഡിയോ ആണോ എനിക്ക് ഓർമ്മയില്ലേ. രണ്ടിലേതോ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം മീൻ തലക്കറി കൂടി വെക്കാം. ഇന്ന് എടുത്തേക്കുന്ന തലയില്ലേ മോതയുടെ അങ്ങാണ്ടാന്ന് തോന്നുന്നു, അന്ന് കേരയുടെ ആയിരുന്നു. വെക്കണ രീതിയൊക്കെ സെയിം തന്നെയാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ അന്ന് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പം മീൻ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ തല കണ്ടപ്പോൾ അന്ന് മേടിച്ചാണ്. ഇവിടെ എല്ലാവരും കഴിക്കുന്നതും കൊണ്ടാണ് കേട്ടോ വെക്കുന്നത്. ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും കഴിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് അതിൻ്റെ റെസിപ്പി അതുകൊണ്ടാണ് കാണിക്കാത്ത, കഴിഞ്ഞ ദിവസം കാണിച്ചതുകൊണ്ട്. അപ്പം നമ്മുടെ കോവയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ചതച്ച മുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റായിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മൾ മീനിൻ്റെ കഷ്ണമൊക്കെ ഇതുപോലെ തലയൊക്കെ ഇങ്ങനെ നുറുക്കി വാങ്ങിക്കും കേട്ടോ. നുറുക്കി വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് വെക്കാൻ എളുപ്പം. അല്ലെങ്കിൽ ഇതൊന്ന് നുറുക്കിയെടുത്ത് കറി വെക്കുക എന്നുള്ളത് നല്ല പണിയാണ്. പിന്നെ അപ്പാടെ വെക്കലും നല്ല പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നുറുക്കി വാങ്ങിക്കും. ഇങ്ങനെ തല മാത്രം വാങ്ങിക്കുമ്പോൾ തല മാത്രം എന്ന് വിചാരിക്കരുത് കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ട്, അതിൻ്റെ സ്കിന്നൊക്കെ ഉണ്ടാവും. അതോടും കൂടിയാണ് നമുക്ക് തരുക. അപ്പോൾ അത് ഇച്ചിരി കഷ്ണമൊക്കെ ആയി ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
അപ്പം നമ്മുടെ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ് ചെറിയ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇതേ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമ്മൾ ശംഖുപുഷ്പം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ വള്ളി കയറ്റി വിട്ടതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെപ്പോഴും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിറച്ചുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഉള്ള സാധനങ്ങൾ ഞാനിതുപോലെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതുപോലെ പറിച്ചു വെക്കും കേട്ടോ. നല്ല ഇരട്ട ശംഖുപുഷ്പമാണ്, നല്ല കളറും ഉണ്ട്. ഒരെണ്ണം മതി ഒരു ചായ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ പറിച്ചൊന്ന് ഉണക്കിയിട്ട് ഡ്രൈ ആക്കി വെക്കാമെന്ന്. ആദ്യം വെയിലത്ത് ഉണക്കിയിട്ട് പിന്നെ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചീത്തയാവാതെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പരീക്ഷണമാണ്, നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പൂക്കളെ കൊഴിഞ്ഞു പോകുമ്പോൾ എനിക്കൊരു സങ്കടം. അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാം പറിച്ചിട്ടൊന്ന് ഇതുപോലെ ഉണക്കി വെക്കാമെന്ന്. അപ്പോൾ മോളും കൂടെ ഹെൽപ്പ് ചെയ്യാണ് എന്നെ, അമ്മ പറിച്ചോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ബൊഗൻ വില്ലയൊക്കെ എന്തായിന്ന് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൊഗൻ വില്ലയിലൊക്കെ നിറച്ച് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വെയിലാണ്, എനിക്കൊന്ന് വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണോ ഇത് ഇത്രയും പൂവുണ്ടാവാൻ ലേറ്റാണെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതേ അവൾ കുറച്ച് മീനിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീനിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ടാങ്ക് വാങ്ങിക്കണമെന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി കേട്ടെ, എനിക്ക് ചെറിയൊരു ടാങ്ക് വാങ്ങിക്കാം. വൈകുന്നേരത്തെ പണികളൊക്കെ മുറ്റടിക്കുക, ചെടി നനക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിങ്കിനെ ഒന്ന് ഇറക്കി വിട്ട് ഇച്ചിരി സമയം അവളുടെ കൂടെയും കളിച്ച് എന്നിട്ട് നമ്മുടെ പണിയും കൂടെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും മക്കളില്ലോണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് സമയം അവരും കൂടി ഈ സമയത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ മാത്രമായിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക. ഒരാൾ ട്യൂഷനും ഒരാൾ കളിക്കാൻ പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ദിവസം വെക്കേഷൻ ആയതുകൊണ്ട് അവരും കൂടി ഉണ്ട്. ഒരു സന്തോഷമാണല്ലോ ഇങ്ങനെയൊക്കെ വൈകുന്നേരത്തെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. സൂമ്പക്ക് പോകുമ്പോൾ പിന്നെ ഈ ഒരു ടൈം കിട്ടാറില്ല കേട്ടോ. നമ്മൾ വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ സൂമ്പക്ക് പോകും. അപ്പോൾ അവളുടെ കൂടെ കുറച്ച് സമയം കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ പിങ്കിനെ കാണിക്കുന്നില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിങ്കി ഇവിടെ തന്നെ ഉണ്ട്. പിങ്കിയുടെ റൊട്ടീനൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൊട്ടീൻ. പിങ്കിമോളെ കാണുന്നില്ലല്ലോ ഇപ്പം. പിങ്കിമോളെ എന്താ വീഡിയോയിൽ കൊണ്ടുവരാത്തേന്ന് ചോദിച്ചു. പിങ്കിമോളെ എന്താ വീഡിയോ കൊണ്ടുവരാത്തത്? എന്താ കൊണ്ടുവരാത്ത പിങ്കിമോളാ? കുത്തക്കട് കൂടിയിട്ടാന്ന് പറയട്ടെ. കാണുന്നില്ലേ, കണ്ട കാട്ടിലൊക്കെ പോയിട്ട് മണ്ണയക്കുന്ന മുഴുവനും, കാലിലും മേലിലും തലയിലും ഒക്കെ മണ്ണയക്കുന്നത്. മണ്ണയക്കുന്നുണ്ടല്ലോ തലയിൽ മുഴുവനും. മുഴുവൻ മണ്ണാണ്, മണ്ണും പൊടിയും നിറഞ്ഞേക്കുവാണ്. മുഴുവനും മണ്ണും പൊടിയും നിറഞ്ഞേക്കും എനിക്ക് നമ്മളെ മേത്ത് അല്ലേ. ഒരു ഷിക്കൻ തരുക, ഒരു ഷിക്കൻ തരുമോ, ഒരു ഷിക്കൻ തരുമോ, ഒരു ഷിക്കൻ ഒന്ന് ഇങ്ങോട്ട് നോക്കുമോ? നീ ഈ ക്യാമറയിലോട്ട് നോക്കുമോ? നീ ഒന്നിനെ ഡിമാൻഡ് കാണിക്കുന്നത്? ഞാനാ വലിയ സായിപ്പാണല്ലോ. പിങ്കി സായിപ്പാണ്. പിങ്കി സായിപ്പ് വലിയ ഡിമാൻഡ് കാണിക്കണ്ടേട്ടാ. വലിയ ഡിമാൻഡ് കാണിക്കണ്ടേട്ടാ. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് നോക്കുള്ളൂ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് നോക്കും. അപ്പോൾ ഇതാണ് കേട്ടോ പിങ്കിയുടെ കാര്യം എന്ന് പറയുന്നത്. നമ്മളൊന്ന് വീഡിയോയിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഡിമാൻഡാണ്, ഒടുക്കത്തെ ഡിമാൻഡാണ്. അവളെ വലിയ എന്ന ഫോട്ടോഷൂട്ടിന് വിളിച്ച മാതിരിയാണ് അവളുടെ ഡിമാൻഡ്. അപ്പോൾ ഇത്തിരി സമയം അവളോടൊക്കെ വർത്താനം പറഞ്ഞതേ നമ്മുടെ അടുത്ത റൊട്ടീനിലേക്ക് കടന്നിട്ടുണ്ട്, ചെടി നന. അപ്പോൾ ഇതൊക്കെ സ്ഥിരം ഇതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട കാണിച്ചു തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസം ഇങ്ങനെ തന്നെയാണ്, ഇതിൽ കൂടെ കാണിക്കാനൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഈ മുറ്റടിച്ച് വരൽ നമ്മുടെ ഒരു വീട്ടമ്മയുടെ ദിവസം എന്ന് പറയാം. പിന്നെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ എൻ്റെ വൈകുന്നേരം ഇങ്ങനെയാണ്, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതിൽ ഞാൻ നല്ല സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഐ എം ഹാപ്പി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഐ എം ഹാപ്പി എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മളില്ലേ ഒന്നും അറിയാതെയല്ലേ ഒരു ഫാമിലി ലൈഫിലേക്ക് കിടക്കുന്നത്. പിന്നെ പതുക്കെയല്ലേ നമ്മൾ ഓരോന്നും പഠിച്ച് വരുന്നത്. ശരിക്കും കുക്കിംഗ് വരെ അറിയാതെ, ഒരു വീടെങ്ങനെ നോക്കണം എന്നറിയാതെ, ക്ലീനിങ് അറിയാതെ, അങ്ങനെ ഒരു പരിപാടി അറിയില്ലായിരുന്നു. കിച്ചണിൽ കയറിയിട്ട് ഇച്ചിരി അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നല്ലാണ്ട് വലിയ കാര്യമായിട്ട് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം നമ്മുടെ വക എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. നമ്മളെന്നെ ചില സമയം അതിശയപ്പെട്ടു പോകും. അയ്യോ ഇത് ഞാൻ തന്നെയാണോ ചെയ്തതെന്നുള്ളത് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ ഇതേ പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസം തീരാറായിട്ടോ. ഒരു ദിവസത്തെ കുറച്ച് ഉടായ്പ കാര്യങ്ങളാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.